ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂലൈ 12 വിശുദ്ധ വെറോനിക്ക. വിശുദ്ധ വെറോനിക്കയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ക്രിസ്ത്യാനികൾ കുറവായിരിക്കും. ഗാഗുൽതായിൽ കുരിശും ചുമന്നുകൊണ്ട് യേശു നീങ്ങിയപ്പോൾ യേശുവിന്റെ മുഖത്തു നിന്ന് വാർന്നൊഴുകിയ രക്തം തന്റെ തൂവാല കൊണ്ട് തുടച്ച വിശുദ്ധയാണ് വിശുദ്ധ വെറോനിക്ക. യേശുവിന്റെ മുഖം ആ തൂവാലയിൽ പതിനുമെന്നാണ് വിശ്വാസം. യേശു കുരിശും വഹിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ മുൾമുടി ഉണ്ടായിരുന്നു. മുള്ളുകൊണ്ട് തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു. പിന്നിൽ നിന്ന് പടയാളികൾ ചാട്ടവാറുകൊണ്ട് അവിടുത്തെ പ്രഹരിച്ചു. അദ്ദേഹത്തെ ഒരു വലിയ ഗണം വിശ്വാസികൾ അനുഗമിച്ചു. അവരിലേറിയ പങ്കും സ്ത്രീകളായിരുന്നു. കുരിശും ചുമന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാനാവാതെ നിലത്ത് വീണ യേശുവിന്റെ അടുത്തേക്ക് വെറോനിക്ക ഓടിയെത്തി. തന്റെ തൂവാല കൊണ്ട് അവിടുത്തെ മുഖം തുടച്ചു. വെറോനിക്കയുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഏറെയൊന്നുമില്ല. അതേസമയം നിരവധി കഥകൾ പ്രചരിച്ചു പോന്നു. ഇവയിൽ ഏതാണ് സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതിൽ സംശയമുണ്ട്. പല രാജ്യങ്ങളിലും പലതരത്തിലാണ് വെറോനിക്കയുടെ കഥ പ്രസിദ്ധീകരിച്ചത്. യേശുവിന്റെ കുരിശുമരണത്തിനു ശേഷം വെറോനിക്ക റോമിലെത്തിയെന്ന് ഇറ്റലിയിലെ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു പോന്നു. യേശുവിന്റെ മുഖം പതിന് തൂവാല പലരെയും കാണിച്ചു. തിബേറിയൂസ് ചക്രവർത്തിയായിരുന്നു അന്ന് റോം ഭരിച്ചിരുന്നത്. വെറോനിക്ക തിബേറിയൂസിന് യേശുവിന്റെ ചിത്രം കാണിച്ചുവെന്നും ആ ചിത്രത്തിൽ അദ്ദേഹം സ്പർശിച്ചുവെന്നും കരുതപ്പെടുന്നു. വിശുദ്ധ പത്രോസും പൗലോസും റോമിലുണ്ടായിരുന്ന സമയത്ത് തന്നെ വെറോനിക്കയും അവിടെ ഉണ്ടായിരുന്നു. സുവിശേഷത്തിൽ പറയുന്ന സക്കേവൂസ് എന്ന ധനവാന്റെ ഭാര്യയായി വെറോനിക്ക ജീവിച്ചുവെന്നാണ് ഫ്രാൻസിൽ പ്രചരിച്ച കഥ. സക്കേവൂസിനൊപ്പം വെറോനിക്ക റോമിലെത്തിയെന്നും അവിടെ സന്യാസികളായി ജീവിച്ചുവെന്നും വേറെ കഥകളുമുണ്ട്.